പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെ അദാനി വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ചട്ടം 267 പ്രകാരം പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ച അനുവദിച്ചില്ല ഇരുസഭകളിലും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും നവംബർ 27 വരെ പിരിഞ്ഞിട്ടുണ്ട്. അദാനി വിഷയം വലിയ രീതിയിൽ പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും സർക്കാർ അതിന് അനുവദിക്കാത്ത കാഴ്ചയാണ് പാർലമെന്റിലുണ്ടായത്. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. അസിത, പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ ഗൗതം അദാനി വിഷയത്തിൽ പ്രതിപക്ഷം ബഹളത്തെ തുടർന്ന് പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോൾ രാവിലെ 2 തവണ, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും രാവിലെ തന്നെ ഈ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം ഈ അദാനി വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ റൂൾ 267 പ്രകാരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് പ്രകാരം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി അടക്കം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനാവില്ല നിലപാടാണ് ഇരു സഭകളിലെയും അധ്യക്ഷന്മാർ സ്വീകരിച്ചത്. ഇതേ തുടർന്ന് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും പിന്നീട് ലോക്സഭയും രാജ്യസഭയും തുടങ്ങിയ ഉടനെ തന്നെ 12 മണി വരെ നിർത്തിവെച്ചു. പിന്നീട് രണ്ടാമത് വീണ്ടും തുടങ്ങിയപ്പോൾ പ്രതിപക്ഷം വീണ്ടും നടത്തലിറങ്ങി പ്രതിഷേധം ശക്തമാക്കിയതോടെ നവംബർ 27 തീയതി വരെ ലോക്സഭയും രാജ്യസഭയും പിരിയുകയായിരുന്നു. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഈ ഒരു അദാനി വിഷയത്തിൽ വളരെ വലിയ പ്രതിഷേധമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ വയനാട്ടിലെ കേന്ദ്ര സഹായം അടക്കമല്ല നിലയും ആവശ്യപ്പെട്ടുകൊണ്ട് CPM-ന്റെ എം പി ആയ കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. ആ മണിപ്പൂർ വിഷയവും ഉത്തർപ്രദേശിലെ ഈ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷവും എല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടും നിരവധി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. എന്തായാലും ഈ ശീതകാല സമ്മേളനത്തിൽ നിരവധി വിഷയങ്ങളാണ്, ദില്ലിയിലെ പൊല്യൂഷൻ അടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷ എം പിമാർ അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയത്. എന്തായാലും നരേന്ദ്രമോദി ആകട്ടെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വിജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ അധികാരമോഹികളായ ആളുകളെ ജനങ്ങൾ തിരസ്കരിച്ചുവെന്നും ഇവർ പാർലമെൻറ്റ് തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമെന്നെല്ലാം തന്നെയും പരിഹസിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. എന്തായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ശീതകാല സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും സഭാ നടപടികൾ ഉണ്ടാവുക. നാളെ ഈ ഒരു ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ നാളെ പഴയ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ സഭ തുടങ്ങിയപ്പോൾ തന്നെ രാജ്യസഭ മുൻ CPM-ന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. ലോക്സഭയിൽ മുൻ ലോക്സഭാ അംഗം കൂടിയായ MM ലോറൻസിനും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ 27 തീയതി ആയിരിക്കും പാർലമെൻറ്റിൻ്റെ നടപടികൾ ആരംഭിക്കുക. നാളെ ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷം പാർലമെൻറ്റിൽ നടക്കുകയും ചെയ്യും. അസിത. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.